ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ശനിയാഴ്ച ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതായത് ഞങ്ങൾ ഒന്ന് മോഹനേട്ടൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലേക്ക് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. വെള്ളിയാഴ്ച തീരുമാനിച്ചു നമുക്കൊന്ന് പോയിട്ട് വരാം, ഒഴിവാണല്ലോ, വിനിക്കുട്ടന് ഒഴിവാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരത്തെ പോകണം കേട്ടോ. ചെറിയൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ നേരത്തെ നടയടയ്ക്കും. പിന്നെ അയ്യപ്പൻ്റെ അമ്പലമാണ്, അപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ പ്രധാനമാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിക്കുകയാണ്. ഭക്ഷണം അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഈ അമ്പലത്തിൽ പോകുന്ന ചെറിയൊരു വീഡിയോ. അങ്ങനെ രാവിലെ ഞാൻ തൊഴുത് കുറച്ച് നേരം വിളക്ക് കത്തിച്ചിട്ട് ഒന്ന് അവിടെ ഇരുന്നു കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ കേട്ടോ, ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചു തന്നെയാണ്. പിന്നെ ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എണീറ്റ് മോനേട്ടൻ ഗ്ലാസ് ചായ മാത്രം വെച്ച് കൊടുത്തു. ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഇറങ്ങി കേട്ടോ. കാറിലാണെങ്കിൽ നല്ല ഭക്തിഗാനാട്ടോ ഞങ്ങൾ വെച്ചത്. അയ്യപ്പൻ്റെ നല്ല ഭക്തിഗാനൊക്കെ വെച്ച് ആ ചെറിയ മഞ്ഞും തണുപ്പുമായിട്ട് നല്ല യാത്ര കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ മഞ്ഞും ഒക്കെ കൂടെ കാണാൻ നല്ല രസമല്ലേ. രാവിലത്തെ യാത്ര എപ്പോഴും നല്ല ഒരു രസമുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു. അതിൻ്റെ ഇടയിൽ ഡ്രൈവ് ചെയ്യുന്നത് അച്ഛനാണെങ്കിലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വിനു ആണെന്നുള്ള രീതിയിൽ അവൻ കാറിൻ്റെ ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ ഗമയിൽ അവൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ഉള്ളിയേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഉള്ളിയേരിൻ്റെ അത്തോളി ആ ഒരു സ്ഥലത്തായിട്ടാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം വരുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി. ഇതെന്ന് പറഞ്ഞ ഒരു പക്കാ നാട്ടുമ്പുറം കേട്ടോ. ഒന്ന് കാറ് സൈഡാക്കാൻ പോലും സ്ഥലമില്ല, അങ്ങനെ ഒരു ഗ്രാമമാണ് കേട്ടോ. അത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിലെത്തി. ഈ അമ്പലം എന്ന് പറയുന്നത് ആദ്യമായിട്ട് തന്നെ വിവാഹം കഴിച്ച് വരുന്ന സമയത്തൊക്കെ ഞാൻ ഈ ആദ്യമായിട്ട് തൊഴാനൊക്കെ പോയപ്പോൾ ഈ അമ്പലം ഒന്നും ആയിരുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങൾ വന്നു എന്നറിയാം. മുറ്റൊക്കെ ആദ്യം ഈ ഒരു പാറക്കെട്ടും കുറേ മണ്ണൊക്കെ ആയിട്ട് ഒരു സൗകര്യമില്ലാത്ത പോലത്തെ ഒരു അമ്പലമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി. അവിടെ നിന്ന് ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാപ്പിയും. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ 2 കുട്ടികൾ കണ്ടില്ലേ, അവർ ഓട്ടമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കുഞ്ഞു മക്കൾ, നല്ല ഉഷാറുള്ള മക്കൾ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഓക്കെ.